എല്ലാവർക്കും നമസ്കാരം. ഫിഷറീസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മൊഡ്യൂൾ 11 നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 11ാമത്തെ മൊഡ്യൂളിന്റെ പ്രത്യേകത മറ്റുള്ള മൊഡ്യൂൾസിൽ നിന്ന് വ്യത്യസ്തമായി അത്യാവശ്യം മാത്തമാറ്റിക്കലും സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡുമായിട്ടുള്ള, അതായത് പ്യുവർ സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡുമായിട്ടുള്ള വ്യത്യസ്തമായ ടെസ്റ്റുകൾ റിലേറ്റ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്. ആ മൊഡ്യൂളിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യങ്ങൾ മുൻപ് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആ മൊഡ്യൂളിൽ നിന്ന് വന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്, നോക്കിയോളൂ. പി വാല്യൂ ഓഫ് എ ടെസ്റ്റ് ഈസ് 0.07. ഒരു ടെസ്റ്റിന്റെ പി വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0.07 ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് ശരി എന്നതാണ് നമ്മുടെ ചോദ്യം. ഒരു ടെസ്റ്റിന്റെ പി വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാം ഇതിൽ ഏത് ഓപ്ഷൻ ആണ് ശരി? റിജക്ട് H0 ആണോ, ഡു നോട്ട് റിജക്ട് H0 ആണോ, അക്സെപ്റ്റ് H1 ആണോ, ഡു നോട്ട് റിജക്ട് H1 ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ എന്തറിയണം? നമ്മുടെ യൂഷ്വൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ യൂഷ്വൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ലെവൽ എന്താണെന്ന് അറിയണം. അത് നമുക്കറിയാം 0.05 ആണ്. ശരിയല്ലേ? സോ അപ്പൊ നമ്മുടെ യൂഷ്വൽ സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂഷ്വൽ സിഗ്നിഫിക്കൻസ് ലെവൽ. യൂഷ്വൽ സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? യൂഷ്വൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.05 ആണ്. ശരിയല്ലേ? 0.05 ആണ്. നമ്മുടെ പി വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? യൂഷ്വൽ സിഗ്നിഫിക്കൻസ് ലെവൽ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആൽഫ ആണെന്ന് നമുക്കറിയാം. പി വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.07 ആണ്. ഓക്കെ, 0.07 എന്ന് പറയുന്നത് എന്തിനേക്കാൾ വലുതാണ്? ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0.05 ആണ്. അതായത് പി വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആൽഫയാണെന്ന് മനസ്സിലായി. പി വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആൽഫയാണ്. പി വാല്യൂ ഗ്രേറ്റർ ദാൻ ആൽഫയാണെങ്കിൽ നമുക്ക് എന്ത് റിജക്ട് ചെയ്യാൻ കഴിയില്ല? H0 നമുക്ക് റിജക്ട് ചെയ്യാൻ കഴിയില്ല. സോ ഓപ്ഷൻ ബി, ഡു നോട്ട് റിജക്ട് H0 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഡു നോട്ട് റിജക്ട് H0 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരിക. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. രണ്ടാമത്തെ ചോദ്യം, വിത്ത് റെഫറൻസ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമുക്കറിയാം. ആദ്യമേ തന്നെ റിലേഷൻ എന്താണെന്ന് എഴുതി വെച്ചിട്ട് നമുക്ക് ബാക്കി വായിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? വേരിയൻസ് എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അഥവാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഫ്രം ദാറ്റ് വേരിയൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് പറയാം. വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ. ഇതാണ് വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ. ഓക്കെ, ആദ്യത്തെ ഓപ്ഷൻ നോക്കിയോളൂ. വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആർ നോട്ട് റിലേറ്റഡ് എന്ന് പറയുന്നത് തെറ്റാണ്. വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിൽ റിലേഷൻ ആണ്. ശരിയാണല്ലോ? വേരിയൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അല്ലെങ്കിൽ വേരിയൻസ് ഇസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസ് ഇസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയറിന് ഈക്വൽ ആണ്. വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വേരിയൻസ് ഈസ് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത് പി ഓൺലി എന്നതാണ്. പി ഓൺലി എന്നതാണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണോ? പി ഓൺലി എന്നതാണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, ഈ വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇവിടെ. വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും 1 ആണെങ്കിൽ അത് എന്താണ്? 1 ഈക്വൽ ടു 1 സ്ക്വയർ എന്നൊക്കെ വരും. പക്ഷെ അത് എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും. ഇപ്പൊ 2 കൊടുത്താൽ 2 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് സെയിം ആണോ? അല്ല. അത് ഇവിടെ ജനറലൈസ് ചെയ്തിരിക്കുകയാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എന്താണ്? എല്ലായ്പ്പോഴും അത് ശരിയായിരിക്കണം എന്ന അർത്ഥത്തിലാണ് അവരത് ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി പറയുന്നത്. ഓക്കെ, അപ്പൊ വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ശരിയായിരിക്കും. ബാക്കിയുള്ളതൊക്കെ എല്ലായ്പ്പോഴും ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, ഇപ്പൊ ബി നമുക്ക് അറിയാം, ബി ശരിയാണെന്ന് അറിയാം. ബിയുടെ കൂടെ ഉള്ള ഓപ്ഷൻസ് നോക്കുക. ബിയും സിയും തമ്മിൽ തരുന്നുണ്ട്, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ബിയും എയും തമ്മിൽ പറയുന്നുണ്ട്, അത് പൊട്ടത്തെറ്റാണ്. എ എന്ന് പറയുന്നത് വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിൽ റിലേഷൻ ഇല്ലെന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. അപ്പൊ അത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ.
റിഗ്രഷൻ അനാലിസിസിൽ ദ വേരിയബിൾ ദാറ്റ് ഈസ് ബീങ് പ്രഡിക്റ്റഡ്, റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതായ വേരിയബിൾ അഥവാ അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്താണ്? ടാർജറ്റ് വേരിയബിൾ. എന്താണ് ടാർജറ്റ് വേരിയബിൾ? ടാർജറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? റിഗ്രഷൻ അനാലിസിസിലെ ടാർജറ്റ് വേരിയബിൾ അഥവാ മറ്റൊരു പേരുണ്ട്, അതിനെ റെസ്പോൺസ് വേരിയബിൾ എന്ന് വിളിക്കും. അതെന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഓപ്ഷൻ സി, ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഓക്കെ, എന്താണ് റിഗ്രഷൻ അനാലിസിസിലെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നൊക്കെ നമ്മൾ അനാലിസിസ് പഠിച്ചു തുടങ്ങുമ്പോഴേ പഠിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടതായ വേരിയബിൾ എന്താണ്? ഡിപ്പെൻഡന്റ് വേരിയബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. അടുത്ത നോക്കിയോളൂ, നാലാമത്തെ ചോദ്യം. പോയ്സോൺസ് ഡിസ്ട്രിബ്യൂഷനിൽ ആരൊക്കെയാണ് ഈക്വൽ ആവുന്നത്? ദ മീൻ ആൻഡ് വേരിയൻസ് ആർ ഈക്വൽ. ഓക്കെ, നമ്മൾ പല ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാനുണ്ട്, പോയ്സോൺസ് ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാനുണ്ട്, നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പഠിക്കാനുണ്ട്, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ പലതരത്തിലുള്ള ഡിസ്ക്രീറ്റും റാൻഡം ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസും ഉണ്ട്. റാൻഡം വേരിയബിൾ അനുസരിച്ച് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസും ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസും ഉണ്ട്, അല്ലെ? ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ ഇപ്പൊ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങളിൽ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസും ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ഈ ഡിസ്ട്രിബ്യൂഷനിൽ എന്താണ് മീനും വേരിയൻസും എന്താണ്? സെയിം ആണ് എന്ന് നമുക്കറിയാം. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ ഏറ്റവും പ്രാധാന്യാർഹമായ പ്രത്യേകത എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ലിമിറ്റിംഗ് കേസ് ആണ് പോയ്സോൺസ് ഡിസ്ട്രിബ്യൂഷൻ. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ലിമിറ്റിംഗ് കേസ് ആണ് പോയ്സോൺസ് ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് ഇസ് ഈക്വൽ ടു NCX P റൈസ് ടു എക്സ് Q റൈസ് ടു N മൈനസ് എക്സ്. ഓക്കെ, ഇവിടെ എന്താണ്? P പ്ലസ് Q എന്ന് പറയുന്നത് 1 ആയിരിക്കണം എന്ന് നമുക്കറിയാം. P എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസും Q എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയറും N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസും ആണെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതാണ്. ഇതെന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ലിമിറ്റിംഗ് കേസ് ആണ് എന്തെന്ന് പറയുന്നത്? പോയ്സോൺസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ലിമിറ്റിംഗ് കേസ് ആണ് പോയ്സോൺസ് ഡിസ്ട്രിബ്യൂഷൻ. ആ ലിമിറ്റിംഗ് കേസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് വളരെ കൂടുതലാവുകയും പ്രോബബിലിറ്റി ഓഫ് സക്സസ് വളരെ കുറവാവുകയും ചെയ്യുക എന്നതാണ്. ഓക്കെ, നമ്പർ ഓഫ് ട്രയൽസ് വളരെ കൂടുതലാവുകയും പ്രോബബിലിറ്റി ഓഫ് സക്സസ് വളരെ കുറവാവുകയും ചെയ്യുമ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് അപ്രോക്സിമേറ്റഡ് ടു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ and the probability density function of that Poisson's distribution is probability of capital X equal to small x is equal to e raised to minus lambda raised to x divided by x factorial. Okay, എന്താണ് e raised to minus lambda raised to x by x factorial. അവിടെ ലാംഡ എന്ന് പറയുന്നതാണ് എന്ത്? NP. ലാംഡ എന്ന് പറയുന്നതാണ് NP. അവിടെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസും P എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സക്സസുമാണ്. ഓക്കെ, ലാംഡ എന്ന് പറയുന്നത് മീൻ ആണ്. ലാംഡ ഇസ് ഈക്വൽ ടു മീൻ ഇസ് ഈക്വൽ ടു വേരിയൻസ്. ഇതെല്ലാം എന്താണ്? സെയിം ആണ്. എന്തിന്റെ കേസിൽ? പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്തതിന് ശേഷം. പക്ഷെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നിൽക്കുന്ന സമയത്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് NP തന്നെയാണ്. പക്ഷെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് എടുക്കുമ്പോൾ നമുക്ക് NPQ ആണ് കിട്ടുക, വേർ Q ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ. ഓക്കെ, അപ്പോ പല രീതിയിൽ ഇവിടെ ചോദ്യം വരാം. മീനും വേരിയൻസും സെയിം ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്ന് ചോദിക്കാം. നേരിട്ടൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. നെയിം ദ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ആൻഡ് വേരിയൻസ് ആർ സെയിം. എന്താണ് അപ്പോ? നമുക്കറിയാം പോയ്സോൺസ് ഡിസ്ട്രിബ്യൂഷൻ. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും എന്താണ്? ഓപ്ഷൻ എ, ഈക്വൽ എന്നുള്ളതാണ് നമ്മുടെ ശരി ഉത്തരം. ഈക്വൽ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബെൽ ഷേപ്ഡ് കർവ് കിട്ടുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് മുൻപ് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ. ഇനി അതിന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ എന്താണ് സ്റ്റാൻഡേർഡ് നോർമൽ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഇസഡ് ആയിട്ട് എടുക്കുന്ന കണ്ടീഷൻ. അതും മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ.
ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ, ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ദ സാമ്പിൾ സ്പേസ് ഇൻക്രീസസ്, സാമ്പിൾ സ്പേസ് കൂടുന്നു, അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ദ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല സിഗ്മ ഡിവൈഡഡ് ബൈ റൂട്ട് എൻ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ എൻ എന്ന് പറയുന്നതാണ് സാമ്പിൾ സൈസ്. നമ്മൾ സാമ്പിൾ സൈസ് കൂട്ടിക്കൊടുത്താൽ ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണാലിറ്റി റിലേഷൻഷിപ്പ് നമ്മൾ സാമ്പിൾ സൈസ് കൂട്ടുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് എറർ എന്തായിരിക്കും? കുറയായിരിക്കും ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് എറർ എന്ത് ചെയ്യും? കുറയും. സ്റ്റാൻഡേർഡ് എറർ ഡിക്രീസസ് എന്നുള്ളതാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓപ്ഷൻ ബി ഡിക്രീസസ് എന്നുള്ളതാണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 6ാമത്തെ ചോദ്യം. The purpose of hypothesis testing is to make a judgment about the difference between. ഹൈപ്പോത്തീസിസ് ടെസ്റ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ പർപ്പസ് ആരൊക്കെ തമ്മിലുള്ള ഡിഫറൻസിന്റെ ഒരു ജഡ്ജ്മെന്റ് നടത്താനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കും പോപ്പുലേഷൻ പാരാമീറ്ററും തമ്മിലുള്ള ഡിഫറൻസിന്റെ ഒരു ജഡ്ജ്മെന്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഓപ്ഷൻ സി, സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പോപ്പുലേഷൻ പാരാമീറ്റർ. ഓക്കെ, അതായത് നമ്മുടെ പോപ്പുലേഷൻ പാരാമീറ്ററിലേക്ക് എത്താനുള്ള ഇനഫ് എവിഡൻസ് നമുക്ക് എന്തിൽ നിന്നാണ് കിട്ടുന്നത്? സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിൽ നിന്നാണ് കിട്ടുന്നത്. സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് പ്രൊവൈഡ് ഇനഫ് എവിഡൻസ് ടു മേക്ക് കൺക്ലൂഷൻ അബൌട്ട് എന്താണ്? പോപ്പുലേഷൻ പാരാമീറ്റർ. പോപ്പുലേഷൻ പാരാമീറ്ററിലേക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ള ഇനഫ് എവിഡൻസ് തരുന്നത് എന്താണ്? സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ആണ്. സോ ഓപ്ഷൻ സി, ഹൈപ്പോത്തീസിസ് ടെസ്റ്റിംഗിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു മേക്ക് എ ജഡ്ജ്മെന്റ് അബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പോപ്പുലേഷൻ പാരാമീറ്റർ. ഓക്കെ, അടുത്തത് 7ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇതെല്ലാം ഈ ഒരൊറ്റ മൊഡ്യൂളിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ്. When the correlation coefficient is close to 1, എന്താണ് കോയിഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ 1 ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കും എന്ന് നമുക്കറിയാം. 1ലോട്ട് അടുക്കുന്നു എന്ന് പറഞ്ഞാൽ that indicates a stronger linear relationship between the two variables. രണ്ട് വേരിയബിളുകൾ തമ്മിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആണ് എന്ത് കാണിക്കുന്നത്? കോയിഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ അഥവാ കോറിലേഷൻ കോയിഫിഷ്യന്റ് 1നോട് അടുക്കുന്നു, ക്ലോസ് ടു 1 എന്നത് കാണിക്കുന്നത്. സോ ഓപ്ഷൻ ബി, there is a strong linear relationship between the two variables. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലീനിയർ റിലേഷൻഷിപ്പ് ആണ് അത് ഷോ ചെയ്യുന്നത്. അതായിരുന്നു നമ്മുടെ 7ാമത്തെ ചോദ്യം. ആൻഡ് 8 ചോദ്യങ്ങളായിരുന്നു ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചത്. നമ്മുടെ അവസാന ചോദ്യം 8ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കിക്കേ. ടി ടെസ്റ്റ് ആൻഡ് എഫ് ടെസ്റ്റ് ആർ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ശരിയോ തെറ്റോ? ടി ടെസ്റ്റും എഫ് ടെസ്റ്റും പാരാമെട്രിക് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്, നോൺ പാരാമെട്രിക് ടെസ്റ്റുകളല്ല. അപ്പൊ ഇത് ഫോൾസ് ആണ്. ടി ടെസ്റ്റ് ആൻഡ് എഫ് ടെസ്റ്റ് ആർ പാരാമെട്രിക് ടെസ്റ്റ്. ടി ടെസ്റ്റും എഫ് ടെസ്റ്റും എങ്ങനെയുള്ള ടെസ്റ്റുകളാണ്? പാരാമെട്രിക് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. സ്റ്റേറ്റ്മെന്റ് 2 നോക്കിക്കോളൂ. ടി ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്പാരിസൺ ബിറ്റ്വീൻ 2 ഗ്രൂപ്പ്സ്. 100% ശരിയാണ്. Whereas F test is used for comparison between more than 2 groups. അതും ശരിയാണ്. എന്താണ്? എഫ് ടെസ്റ്റിന്റെ കേസിൽ മോർ ദാൻ 2 ഗ്രൂപ്പ്സ് അനോവയാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, ദെൻ എന്താണ് ശരി? സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ഇൻകറക്റ്റും സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് കറക്റ്റുമാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് 2 ഈസ് കറക്റ്റ് എന്നുള്ളതാണ് നമുക്ക് ആൻസർ വരിക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റുമാണ്. ഈ 8 ചോദ്യങ്ങളാണ് നമ്മുടെ ഫിഷറീസ് സ്റ്റാറ്റിസ്റ്റിക്സ് മൊഡ്യൂൾ 11ൽ നിന്ന് നമുക്ക് മുൻപ് വന്നിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അപ്പൊ എല്ലാം തന്നെ നന്നായി മനസ്സിലാക്കി പഠിച്ചു വെക്കുക. സോ ഇതേപോലെ ഉപകാരപ്രദമായ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ടാറ്റ, ബൈ ബൈ, സീ യു.